പുതിയ വാർത്തകൾ വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചത്. ഉണ്ട്. നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. നിന്നെ ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ ട്വിസ്റ്റ് എങ്ങനെയുണ്ടടാ? 2023 ഡിസംബർ 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. അത്താണ് ദാറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷമായി. നിങ്ങൾ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ. നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി. എന്തെങ്കിലും മതിയല്ലോ. എന്താ ഗോവിന്ദൻകുട്ടി കുട്ടിയൊന്നും ഇണ്ടാത്ത? ഷാജി ഏട്ടാ, ഇവിടെ അരുതബു. അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി വരെ നമ്മളവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നുള്ള പാട്ടികളെ. സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസങ്ങൾ. വിശ്വസിക്കരുത്, ഇതിവിടെ അഭിനയമാണ്. പച്ചക്കള്ളമാണ് അവൾ പറഞ്ഞത്. കേട്ടോ, 14, 15, 16 ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 14 തൊട്ട് 15 വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. അതല്ല ഉദ്ദേശം. സാറിയല്ലോ, കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കും വലിയ തിരക്കുണ്ട്. ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട്.